ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആകെ തിരക്ക് പിടിച്ചൊരു സൺഡേ ദിവസമാണ് കേട്ടോ. രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും ചെറിയ റെസിപ്പികളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നുകൂടി ഞാനിന്ന് പോയി കിടന്നായിരുന്നു. അപ്പോൾ എല്ലാ സൺഡേ ഞാൻ വിചാരിക്കും രണ്ടാമതൊന്ന് കിടക്കരുത്, കാരണം എല്ലാവരും വീട്ടിലുള്ള ദിവസമാകുമ്പോൾ മൊത്തത്തിലൊരു തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് വരാനും ഒക്കെ ഒന്ന് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ സമയം ഒരു 8:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത് മോർണിംഗ്. എല്ലാവർക്കും ചായയൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിള്ളേർക്കും ഒക്കെ സൺഡേ ചായ വേണം. പിന്നെ ആകെ തിരക്ക് പിടിച്ചൊരു ദിവസം എന്ന് പറയാൻ കാരണം ഇന്ന് ഉച്ച കഴിഞ്ഞ് മദ്രസയിലെ എക്സാമാണ്. ഇന്നലെയും 2 എക്സാം ഉണ്ടായിരുന്നു, ഇന്നും 2 എക്സാം ഉണ്ട്, നാളെ സ്കൂളിലും എക്സാം ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ 5 എക്സാം 2 പേർക്കും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ് 2 ദിവസമായിട്ട്. എങ്ങനെ പഠിപ്പിച്ചിട്ടും എവിടെ നിന്ന് പഠിപ്പിച്ചിട്ടും ഒന്ന് തീരാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഒരാളെ ഞാൻ കിച്ചണിൽ തന്നെ ഇരുത്തിയേക്കാണ്. അവൻ തന്നെ നോക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ ഇവർ തന്നെ എടുത്ത് പഠിക്കലും പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കണം, അങ്ങനൊരു ഇതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് എന്തായാലും പുട്ടും കടല അവിടെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫുഡ് വേണമല്ലോ. അപ്പോൾ ദോശയുടെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതൊരു മുട്ട ദോശ പോലെ ആക്കി കുഞ്ഞിന് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കടല വെള്ളക്കടലയും കുറച്ചുണ്ടായിരുന്നു, ചുമന്ന കടലയും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാളയും തക്കാളിയും എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയിട്ട് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കടല എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച്, ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല. എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ വെന്ത കടലയിലേക്ക് അത് ആഡ് ചെയ്തിട്ട് അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ താളിച്ചെടുക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രഷാണ്, ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ അത് കറി വെക്കണം. പിന്നെ കുടപ്പൻ ഇരിപ്പുണ്ട്, അതൊന്ന് ഒലത്തേം വേണം ഉച്ചക്കത്തേക്ക്. കുട്ടികൾക്ക് 2:20 ബസ് വരും മദ്രസയിൽ. അപ്പോൾ അതിന് മുമ്പ് ലഞ്ചും ആക്കണം, പിന്നെ പഠിച്ചുകൊണ്ടിരിക്കണതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് എക്സാമിന് വിടുകയും വേണം. അപ്പം മൊത്തത്തിൽ ബിസിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫിഷും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോൾ. സുബിയുടെ സമയത്ത് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യണം, പിന്നെ കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ കടലക്കറി ഒന്ന് വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലേക്കൊന്ന് പൊട്ടിച്ച് താളിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ മീൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി ഒരു 10-15 എടുത്തിട്ടുണ്ടായിരുന്നു, അതും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേനും അത് വഴന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സവാളയും ഞാനൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതും കൂടി വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അതും കൂടി ഒഴിച്ച് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടാണ്. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ മീനും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മീൻ മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. തോരന് വേണ്ടിയിട്ട് കുടപ്പനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു 3 കുടപ്പൻ എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞാൻ ഡയറ്റിൻ്റെ സമയത്ത് കുറച്ച് കൂടുതൽ വെജീസ് വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉള്ള സമയത്ത് എടുക്കാമെന്ന് കരുതി. അപ്പോഴത്തേനും പിന്നെയും കോയിറ്റി പോയതുകൊണ്ട് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ കുടപ്പൻ, പിണ്ടി, കാച്ചിൽ, കപ്പ, ചേന, ചേമ്പ്, ഇതിനോടൊക്കെയാണ് ആൾക്ക് ഭയങ്കര പ്രിയം. അപ്പോൾ ഒരെണ്ണം എടുത്ത് അതിൻ്റെ പൂവൊക്കെ കളഞ്ഞു വന്നപ്പോൾ ഒരു ചെറിയ പീസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങയുടെ ഒരു അരപ്പ് വേണം. തേങ്ങയും ചെറിയുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകൊക്കെ കൂടിയിട്ട് ഒതുക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ തോരൻ വയ്ക്കാറ്. എന്നിട്ട് അത് അപ്പം തന്നെ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് അത്യാവശ്യം പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മളുടെ തേങ്ങയുടെ മിക്സൊക്കെ ഒന്ന് അടിച്ച് അതൊന്ന് തോരനാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പിള്ളേരെ പഠിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് ഫ്രീ ആണ്. പക്ഷെ ഇക്കാനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ 10 പാഠം പഠിക്കുന്ന സമയം കൊണ്ട് ആൾ ഒരു പാഠം ഇങ്ങനെ വായിച്ച് വളരെ റിലാക്സ് ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവനായിട്ട് അങ്ങനെ ഇരിക്കും. സ്കൂളിലത്തെ ഒന്നും നോക്കലില്ല, മദ്രസയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ നമ്മൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം അങ്ങനെ ഇരിക്കാനുള്ളൊരു നേരം ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദോശയുടെ മാവും കൂടി ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുട്ട ദോശയും കടലക്കറിയൊക്കെ ആയിട്ട് ഞാനങ്ങനെ കഴിച്ചിട്ടോ. ചില സമയത്ത് രാവിലെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ചായ കുടിച്ച ഉടനെ. അപ്പോൾ ചെറിയൊരു പീസ് പുട്ടേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇക്കാനെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, കാരണം ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്താലേ അത് പോകുന്നതിന് മുമ്പ് തീരുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഇടയിൽ അവർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പോയി വന്നപ്പോൾ ഒരു കുൽഫി വാങ്ങി, അപ്പോൾ ഞാനത് കഴിച്ചതാണ്. അങ്ങനെ ഹാംദാനെ ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാറൂൻ അവൻ്റെ പെൻസിൽ ബോക്സ് സ്കൂളിൽ വെച്ചിട്ട് മറന്നു. മദ്രസയിൽ നിന്ന് എക്സാം അല്ലേ, അപ്പോൾ എന്തായാലും കൊടുത്ത് വിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ആളുടെ അടുത്ത് പള്ളിയിൽ പോയി വരുമ്പോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ആളത് മറന്നുപോയി. അങ്ങനെ ഞാൻ ഗ്രാൻഡിൽ വിട്ടേക്കാണ് കേട്ടോ. വന്ന ഉടനെ റെഡി ആവുക, വിടുക, അത്ര സമയമുള്ളൂ. അപ്പോൾ ഞാൻ ഇക്കാക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ട്, ഫ്രൈ ഉണ്ട്, മാങ്ങ അച്ചാറുണ്ട്, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോക്കനട്ട് ചമ്മന്തി ഉണ്ടല്ലോ അതുണ്ട്. അതൊക്കെ കൂട്ടി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചത് പിള്ളേർ പോയതിന് ശേഷമാണ് കേട്ടോ. പിള്ളേർ ഒരു 2:20 പോയി. അതിന് ശേഷമാണ് എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഞങ്ങൾക്ക് വൈകിട്ട് ഇവിടെ ഒരു സെൻട്രൽ കേരളയുടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ എറണാകുളം ജില്ലക്കാരുടെ ഒരു ഗെറ്റ് ടുഗദറാണ് കേട്ടോ. ഒരു ടീ പാർട്ടി, ചെറിയൊരു ടീ പാർട്ടി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓരോ ജില്ലക്കാർക്കും ഓരോ ഗ്യാതറിങ്ങും ടീ പാർട്ടിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗ്യാതറിങ്, അങ്ങനെ പല 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 പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കൂടിയിട്ടിപ്പോൾ കുറേ ആയി, ഒരു 6-7 മാസം ഒക്കെ ആയി. ചൂടൊക്കെ അല്ലായിരുന്നു, വിൻ്ററിന് ഇതുവരെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 150ഓളം പേരുള്ളൊരു ഗ്രൂപ്പാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു 28-30 പേരെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പാർക്കിലിരുന്ന് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ നമ്മുടെ അൽഷംസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അങ്ങനെ ചായയും സ്നാക്സൊക്കെ തലേ ദിവസം തന്നെ അവിടുത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫി വേണ്ടവർക്ക് കോഫി, പിന്നെ കട്ട്ലേറ്റ്, സമൂസ, ഉന്നക്കായി, ചട്ടിപ്പത്തിരി, അങ്ങനെ പല പല സ്നാക്സൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു മണിക്കൂർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും നേരം സത്യം പറഞ്ഞാൽ തലയ്ക്ക് വട്ട് പിടിച്ചിരുന്നു. പിള്ളേർ പോണവരെ അത്ര തിരക്കായിരുന്നു കേട്ടോ. പിള്ളേർ പഠിക്കാനും എക്സാമും കാര്യങ്ങളും കൂടി ഉള്ളപ്പോൾ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും. എന്തായാലും മദ്രസയിൽ 4 എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആശ്വാസമായിട്ടാണ്, ഭയങ്കര ഒരു റിലാക്സിങ് ആയി. സ്കൂളിലത്തെ ഒരുവിധം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. വലിയ ഇസ്ലാമിക്കും പിന്നെ UASST ഒക്കെയാണ് കേട്ടോ. അങ്ങനെ കപ്പ മത്തി ഉണ്ടെങ്കിൽ കപ്പ നല്ല അടിപൊളിയല്ലേ, കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞാനൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. മക്കൾക്ക് ഉച്ചക്കത്തെ ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ കപ്പ വേവിച്ചെടുക്കുന്നുണ്ട്. ഇക്ക ഞാൻ വന്നതിന് ശേഷമാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുള്ളൂ. ചമ്മന്തിയായിട്ട് നമ്മുടെ ഉള്ളി ചമ്മന്തി ഉണ്ടല്ലോ, ഉള്ളിയും പച്ചമുളകും പുളിയൊക്കെ ഇട്ടിട്ട് അരയ്ക്കുന്ന ആ ഒരു ചമ്മന്തിയാണ് കേട്ടോ അതിന് കോമ്പിനേഷൻ. ഞാൻ എപ്പോഴും കപ്പയ്ക്ക് അത് തന്നെയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ഹാറൂനും ഹംദാനും പഠിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വന്നിരിക്കും കേട്ടോ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ലോകത്തുണ്ട്. നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അവരവരുടേതായ കളിയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു 5-10 ചെറിയുള്ളി, 2 പച്ചമുളകും, ഉള്ളി, പുളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർക്കണത് രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടണം, കൊടുത്തയക്കാനായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ്ത ഉണ്ടായിരുന്നു. പാസ്തയ്ക്ക് ഉള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും ഫ്രിഡ്ജിൽ ഇരിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്ത് ആക്കി കൊടുക്കണം എന്നൊരു ഐഡിയ ഒന്നുമില്ല. എന്തായാലും പാസ്ത വേവിച്ച് വെക്കാമെന്ന് കരുതി ഞാനങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ച് പാസ്ത വേവിക്കാനിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് അപ്പോൾ കുറുപ്പ് ഫിലിം ഉണ്ടല്ലോ, അപ്പോൾ അതിട്ടിട്ടുണ്ട്. ഈ ടെൻറ്റിൻ്റെ അപ്പുറത്ത് കിരിപ്പുണ്ട് കേട്ടോ. TV കണ്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ആൾ ഒട്ടും ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ കഴിച്ചാലും എന്നെയും വഴക്ക് പറയും, പിള്ളേരെയും വഴക്ക് പറയും. ടേബിളിൽ തന്നെ വന്നിരുന്ന് കഴിക്കണമെന്ന്. പിള്ളേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഇടയ്ക്ക് മാത്രം അവിടെ പോയി അങ്ങനെ ഇരിക്കലുണ്ട്. അപ്പോൾ ഞാൻ പോയി വന്നപ്പോൾ ഞാൻ വള ഊരി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹാസിമിന് വള, മാല, കമ്മൽ ഇതിനോടൊക്കെ കുറച്ചൊരു ക്രേസ് ഉണ്ട് കേട്ടോ. ഞാൻ പുതിയ വള കമ്മലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളത് പിടിച്ച് നോക്കും. കുറച്ചൊക്കെ പെൺകുട്ടികളുടെ സ്വഭാവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മൂപ്പർക്ക്. അപ്പോൾ ആൾ നമ്മുടെ കൂടെയൊക്കെ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോൾ കിടന്നിട്ടുണ്ടായിരുന്നു.
ഇതിപ്പോൾ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ പാസ്ത ഉണ്ടാക്കാനുള്ള ഐഡിയ കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ടൊമാറ്റോ ഒരു 2 ഉണ്ടായി നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോസുകളുടെ മിക്സ്, സോയാ സോസും കുറച്ച് ചില്ലി ഫ്ലേക്സ്, കെച്ചപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ആ ഒരു ടൊമാറ്റോയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്രീം ചീസ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം പാസ്ത ഇട്ട് വേവിച്ച വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് തിക്കനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹംദാൻ ഉച്ചയ്ക്ക് വരും, ഹാറൂന് ആഫ്റ്റർനൂൺ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അവർ 4 മണിയാകും വരുമ്പോൾ. അപ്പോൾ നഗറ്റ്സും കൂടി ഫ്രൈ ചെയ്തിട്ട് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റും പിന്നെ സ്നാക്സായിട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റും നട്ട്സും ഒക്കെ ആയിട്ടാണ് ഹാറൂന് കൊടുത്തയച്ചത്. ഹംദാനും സ്നാക്സ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് എക്സാമുകൾ, ചെറിയ ചെറിയ എക്സാമുകൾ, മോറൽ എഡ്യൂക്കേഷൻ, ഇസ്ലാമിക്, കമ്പ്യൂട്ടർ, ആ എക്സാമിനൊക്കെ അവർക്ക് വൈകിട്ട് വരെ ക്ലാസ്സും ഉണ്ടായിരുന്നു കേട്ടോ, അവധിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുറച്ച് പാസ്ത ഉണ്ടാക്കുന്ന ദിവസങ്ങളിലുള്ള പ്രശ്നം ഇതാണ് കേട്ടോ, ആർക്കൊട്ടും തികയാറില്ല. അതുകൊണ്ടാണ് ഞാൻ 2 പാക്കറ്റൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ടാക്കിയത് ഉടനെ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഹാസിമിന് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ പാസ്ത ഉണ്ടാക്കുന്ന ദിവസം ഹാസിമും അത് കഴിച്ചോളും. പക്ഷേ അത് തികഞ്ഞിട്ടില്ല. പിള്ളേർക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ എടുത്തു വയ്ക്കാനും. പിന്നെ ഒരു ചെറിയ പാസ്ത ഉണ്ടാക്കിയതാണെങ്കിലും കിച്ചൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയ അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ആദ്യം ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം ഇപ്പോഴത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചൺ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. സത്യം പറഞ്ഞാൽ വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് അതിനോടൊരു താല്പര്യമില്ല കേട്ടോ. എന്തെങ്കിലും കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം, അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു റെസിപ്പിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ ഒരു വാക്കിൽ നിന്നാണെങ്കിലും അതിൽ ഒരു ഉപകാരപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കാറ്. അപ്പോൾ ഞാനൊരു സ്റ്റാർട്ടറാണ് യൂട്യൂബിൽ. എന്തൊക്കെയായാലും നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചായയൊക്കെ വെച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ. രാവിലത്തെ എൻ്റെ ഒരു മീ ടൈം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ചായ കുടിക്കുന്ന ഈ ഒരു സമയമാണ് കേട്ടോ. എത്ര നേരം ഇരുന്നാലും മതിയാവില്ല. പക്ഷേ ഒരു 7:30 ആകുമ്പോൾ എനിക്ക് സുംബ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു 7 മണി 7:10 ആകുമ്പോൾ ഞാൻ റെഡിയായി തുടങ്ങും. ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ നല്ല കുറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചൂടിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. രാത്രി AC ഒന്നും ഇല്ലാതെ കിടക്കാൻ പറ്റാറില്ല. വിൻ്റർ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. എന്തായാലും നോമ്പും വരികയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.